നമസ്കാരം. കഥകൾ ഇഷ്ടപ്പെടുന്ന ഏവരെയും ഞാൻ DK നോട്ട്സ് എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുതേ. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന ശിവപ്രിയ ആകെ വെപ്രാളപ്പെട്ട് പരിഭ്രമത്തോട് ചുറ്റിനും പരതിക്കൊണ്ട് പാമ്പ് പാമ്പ് എന്ന് പുലമ്പിക്കൊണ്ടിരുന്നു. അത് കണ്ട് സുജാതയും കേശവക്കുറുപ്പും മകളുടെ അടുത്തേക്ക് വന്ന് തലയിൽ തലോടിക്കൊണ്ട് അവളെ സമാധാനിപ്പിച്ചു. മോള് സ്വപ്നം കണ്ടതാ, ഇവിടെ പാമ്പൊന്നുമില്ല, കേശവക്കുറുപ്പ് പറഞ്ഞു. അപ്പോഴേക്കും ശബ്ദം കേട്ട് തറവാട്ടിലെ എല്ലാവരും ഉണർന്ന് മുറിയിലേക്ക് വന്ന് എന്തു പറ്റിയെന്ന് തിരക്കി. സുജാത കൊടുത്ത വെള്ളം ഒരു കണക്കിന് കുടിച്ചിറക്കിക്കൊണ്ട് അവൾ വിക്കി വിക്കി പറഞ്ഞു, ഒരു വലിയ കരിനാഗം ഫണമുയർത്തി എന്നെ കൊത്താൻ വന്നു. എന്റെ നാഗദൈവങ്ങളെ കാത്തുകൊള്ളണമേ. അവൾ പറഞ്ഞത് കേട്ട് മുത്തശ്ശി നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു പോയി. അവളുടെ വെപ്രാളം കണ്ട് രഘുനന്ദനൻ അവളുടെ അടുത്തേക്ക് വന്നു. അവൾ അപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. സംശയത്തോടെ അവൻ അവളുടെ നെറ്റിയിൽ കൈവച്ച് നോക്കി. ചുട്ടുപൊള്ളുന്ന പനിയുണ്ടല്ലോ, അവൻ എല്ലാവരെയും നോക്കി പറഞ്ഞു. അപ്പോഴേക്കും ബാക്കിയുള്ളവരും വന്ന് നെറ്റിയിൽ തൊട്ടു നോക്കി. ശരിയാണല്ലോ, പൊള്ളുന്ന ചൂടുണ്ട്. രഘുനന്ദന, നീ വണ്ടിയെടുത്ത് വേഗം പോയി ഡോക്ടറിനെ കൂട്ടിക്കൊണ്ടുവരൂ. അത് പറഞ്ഞത് രാമനാഥനായിരുന്നു. രഘുനന്ദനൻ വേഗം പോയി ഡോക്ടറിനെ വിളിച്ചുകൊണ്ടുവന്നു. അദ്ദേഹം കയ്യിലെ മുറിവുകൾ നന്നായി വൃത്തിയാക്കിയ ശേഷം മരുന്ന് വെച്ച് കെട്ടി. ശേഷം പനിക്കും മുറിവ് പഴുക്കാതിരിക്കാനുമുള്ള ഇഞ്ചക്ഷനുകളും എടുത്തു. പേടിക്കാനൊന്നും തന്നെയില്ല. കുട്ടി നന്നായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ട്. കൂടെ മുള്ളു കയറിയ മുറിവും. നാളത്തേക്ക് ശരിയായിക്കോളും. അഥവാ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിച്ചാൽ മതി, ഡോക്ടർ പറഞ്ഞു. അപ്പോഴാണ് എല്ലാവർക്കും ആശ്വാസമായത്. രംഗം മെല്ലെ ശാന്തമായി. ഡോക്ടറിനെ തിരികെ കൊണ്ടുവിട്ടിട്ട് വന്ന രഘുനന്ദനൻ കാണുന്നത് സുജാതയുടെ കയ്യിൽ ഇറുക്കി കെട്ടിപ്പിടിച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കിടന്നുറങ്ങുന്ന ശിവപ്രിയയായിരുന്നു. അവളുടെ ആ അവസ്ഥ കണ്ട് അവന് വല്ലാത്ത സങ്കടവും കൂടെ വാത്സല്യവും തോന്നി. പിറ്റേന്ന് വൈകുന്നേരമായപ്പോഴേക്കും പനിയൊക്കെ വിട്ടുമാറി അവൾ പഴയതുപോലെ തന്നെ ചുറുചുറുക്കുള്ള പെൺകുട്ടിയായി മാറി. അന്നേ ദിവസം കല്യാണി അമ്മയും ശിവപ്രിയയും കൂടിയാണ് സന്ധ്യാദീപം കൊളുത്തിയത്. ഇനി മോള് വേണം നാളെ മുതൽ കാവിൽ വിളക്ക് തെളിയിക്കാൻ. ഉമ്മറപ്പടിയിൽ നാമം ജപിച്ചുകൊണ്ടിരുന്ന ശിവപ്രിയയോടായി കാവിൽ വിളക്ക് വെച്ചു വന്ന മുത്തശ്ശി പറഞ്ഞു. അമ്മ എന്തായി പറയുന്നേ? ഞങ്ങൾ നാളെ തിരികെ പോകുകയാണ്, കേശവക്കുറുപ്പ് ഇടയ്ക്ക് കയറി പറഞ്ഞു. തിരികെ പോകുകയോ? എങ്ങോട്ട്? ഇനി ഇവിടുന്ന് ആരും എങ്ങോട്ടും പോണില്ല, മുത്തശ്ശി മറുപടി പറഞ്ഞു. അത് കേട്ട് കേശവക്കുറുപ്പ് തുടർന്നു. അമ്മേ, ഞങ്ങളുടെ വീടും ചായക്കടയും ഒക്കെ അവിടെ വേറെ ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് നന്ദൻമോൻ വിളിച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അതൊക്കെ ഇപ്പോൾ ഒരു വഴിയായിട്ടുണ്ടാകും. തിരികെ ചെന്നിട്ട് വേണം ഇനി എല്ലാം ഒന്ന് ശരിയാക്കാൻ. ആ ചായക്കടയിലെ വരുമാനം ഉണ്ടായിട്ട് വേണോ കേശവ ഈ തറവാട്ടിലുള്ളവർക്ക് കഴിയാൻ? മുത്തശ്ശി ഒരല്പം നീരസത്തോടെയാണ് അത് ചോദിച്ചത്. അത് കേട്ട കേശവക്കുറുപ്പ് ഒന്ന് ചിരിച്ചു. എന്നിട്ട് തുടർന്നു. ശരിയാണ്, പുന്നിക്കൽ തറവാട്ടിലുള്ളവർക്ക് അതിൻ്റെ ആവശ്യമില്ലായിരിക്കും. പക്ഷേ കഴിഞ്ഞ 4 നൂറ്റാണ്ടുകളായി ഞങ്ങൾക്ക് അന്നം തന്നതും ഞങ്ങളെ പോറ്റിയതും ആ ചെറിയ ചായക്കട തന്നെയാണമ്മേ. അവിടെ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞതും അതിൽ നിന്നും മിച്ചം പിടിച്ചാണ് ആ ചെറിയ വീട് ഞങ്ങൾ ഉണ്ടാക്കിയതും. അതിൻ്റെ പിന്നിലുള്ള അധ്വാനം അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല, അയാൾ പറഞ്ഞു നിർത്തി. മുത്തശ്ശി ഒന്നും പറയാനാകാതെ നിന്നുപോയി. ചുറ്റിനും നിശബ്ദത തളം കെട്ടി. ശരി, തർക്കമൊന്നും വേണ്ട. എന്തായാലും ഇലങ്ങാട്ടെ തിരുമേനി പറഞ്ഞതല്ലേ, കുറച്ചു ദിവസം ശിവപ്രിയ അവിടെ വിളക്ക് തെളിയിക്കട്ടെ. അത് കഴിഞ്ഞ് തിരികെ പോകുന്നതൊക്കെ ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യാം. എന്താ കേശവ? ആ പറഞ്ഞത് രാമനാഥനായിരുന്നു. അതിന് മറുത്തു പറയാൻ കേശവക്കുറുപ്പിനായില്ല. അദ്ദേഹം 2-3 ദിവസം കൂടി അവിടെ തുടരാമെന്ന് സമ്മതിച്ചു. തുടർന്നുള്ള 2 ദിവസം മുത്തശ്ശിയുടെ കൂടെ കാവിൽ വിളക്ക് കത്തിച്ചത് ശിവപ്രിയയായിരുന്നു. 3-ാം നാൾ മുത്തശ്ശന് അസുഖം കൂടിയതുകൊണ്ട് ശിവപ്രിയ തനിച്ചാണ് കാവിലേക്ക് പോയത്. കാവ് പൂജയുണ്ടായിരുന്നുകൊണ്ട് കാവും പരിസരവും ഒക്കെ നന്നായി ചെത്തി മിനുക്കിയിരുന്നു. പൂജയ്ക്ക് കെട്ടിയ കുരുത്തോല കൊണ്ടുള്ള തോരണങ്ങൾ ഉണങ്ങിത്തുടങ്ങിയിരുന്നു. കാവിലെ നാഗരാജാവിന്റെയും നാഗയക്ഷിയുടെയും വലിയ വിഗ്രഹങ്ങളും കൂടെയുള്ള ഉപനാഗതാ വിഗ്രഹങ്ങളും മഞ്ഞളിൽ കുളിച്ചു നിൽക്കുകയാണ്. അവൾ 2ഇടത്തും തിരിതെളിയിച്ചു. വിളക്കിന്റെ പ്രഭയിൽ നാഗവിഗ്രഹങ്ങൾ ഒന്നുകൂടി മഞ്ഞ നിറമായി തോന്നി അവൾക്ക്. തിരികെ തറവാട്ടിലേക്ക് നടക്കും വേളയിൽ നടവഴിയിൽ അവളുടെ ഇടതുവശത്തായി കരിയിലെ അനങ്ങുന്ന ശബ്ദം കേട്ടാണ് അവൾ നിന്നത്. അവൾ ഒന്ന് ശ്രദ്ധിച്ചു. ഇല്ല, ശബ്ദം ഒന്നും തന്നെയില്ല. തനിക്ക് തോന്നിയതാകും, അവൾ ചിന്തിച്ചു. വീണ്ടും നടന്നു തുടങ്ങി. പൊടുന്നനെ അതേ കരിയിലെ ഇണങ്ങുന്ന ശബ്ദം അവൾ വീണ്ടും കേട്ടു. അവൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു. ഇല്ല, ഒന്നും തന്നെയില്ല. അവൾ മെല്ലെ നടന്നു തുടങ്ങി. ഇപ്രാവശ്യം തൻ്റെ ഇടതുവശത്തെ നടവഴിക്കപ്പുറത്തേക്ക് കണ്ണും നട്ടുകൊണ്ടാണ് അവൾ നടന്നത്. അതെ, കരിയിലെ അനങ്ങുന്നു. അവൾ അത് കണ്ടു. അറിയാതെ അവളിൽ ഒരു ഭയം നാമ്പെടുത്തു. അവളുടെ കാലുകൾക്ക് വേഗം കൂടി.
അതാ ആ അനക്കത്തിന്റെയും വേഗത കൂടുന്നുവോ? അവൾ ഒന്നുകൂടി അങ്ങോട്ട് നോക്കിയതും ഫണം ഉയർത്തിക്കൊണ്ട് അതാ ഒരു വലിയ കരിനാഗം തന്റെ നേർക്ക് ചീറ്റിയെടുക്കുന്നു. ഒരു നിലവിളിയോടെ അവൾ തറവാട്ടിലേക്ക് ഓടാൻ ശ്രമിച്ചെങ്കിലും അധികം ഓടാൻ അവൾക്ക് സാധിച്ചില്ല. വെപ്രാളത്തിനോടിയ അവൾ അലച്ചു തല്ലി വീണു. ഒരു കണക്കിന് തല ഉയർത്തി നോക്കിയ അവൾ കണ്ടത് ആ നാഗം തന്റെ നേർക്കെടുക്കുന്നതാണ്. ആ കാഴ്ച അവളെ ഭയത്തിന്റെ നെറുകയിൽ എത്തിച്ചിരുന്നു. അവളുടെ തൊണ്ടയിൽ നിന്നൊരു അലറി വിളിച്ചുള്ള ആർത്തനാദം ഉയർന്നതും അവൾ ബോധരഹിതയായി അവിടെ വീണതും ഒരുമിച്ചായിരുന്നു. ശിവപ്രിയയുടെ നിലവിളിയല്ലേ ആ കേട്ടത്? നാമം ചൊല്ലിക്കൊണ്ടിരുന്ന കല്യാണിയമ്മ സംശയത്തോടെ പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റ് കാവിലേക്ക് ഓടി. കൂടെ തറവാട്ടിലെ ബാക്കിയുള്ളവരും. വഴിമധ്യേ എത്തിയതും അവിടെ കണ്ട കാഴ്ച അവരെ സ്തബ്ധരാക്കി കളഞ്ഞു. ബോധരഹിതയായി വഴിയിൽ വീണ് കിടക്കുന്ന ശിവപ്രിയയും അവളെ ലക്ഷ്യം വെച്ച് വന്നതെന്ന പോലെ ഒരു വലിയ കരിനാഗവും. അതിനു നടുക്ക് ശിവപ്രിയയ്ക്ക് കാവലെന്ന പോലെ അതാ മറ്റൊരു നാഗം ഫണമുയർത്തി നിൽക്കുന്നു. അതെ, അന്ന് കാവിലെ പൂജയുടെ ഇടയ്ക്ക് കാവിൽ നിന്നും ഇറങ്ങി വന്ന അതേ സ്വർണ്ണ നിറമുള്ള നാഗം തന്നെയാണ് ശിവപ്രിയയ്ക്ക് കാവലായി നിൽക്കുന്നതെന്ന് ഏവർക്കും മനസ്സിലായി. എന്റെ നാഗദൈവങ്ങളെ, എന്റെ കുഞ്ഞിനെ കാത്തുകൊള്ളണമേ, മുത്തശ്ശി തൊഴുകയോടെ പറഞ്ഞു. രണ്ട് നാഗങ്ങളും ഫണം തിരിച്ചു കൂടി നിന്നവരെ ഒന്ന് നോക്കി. എന്നിട്ട് കരിയിലകൾക്കിടയിലേക്ക് ഇഴഞ്ഞു മാറി. അവർ വേഗം വന്ന് ശിവപ്രിയയെ തറവാട്ടിലേക്ക് എടുത്തുകൊണ്ടുവന്നു. വെള്ളം തളിച്ചു വിളിച്ചിട്ടും അവൾക്ക് ബോധം വന്നില്ല. കേശവക്കുറുപ്പും സുജാതയും പരിസരം മറന്ന് വാവിട്ട് കരയുകയാണ്. പെട്ടെന്ന് തന്നെ ത്രിവിക്രമൻ കാറെടുത്തു വന്നു. കേശവക്കുറുപ്പും രാമനാഥനും സുജാതയും കൂടി അവളെ കാറിൽ കയറ്റി വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപ്പോഴേക്കും രഘുനന്ദനും കല്യാണിയമ്മയും മുത്തശ്ശിയും മറ്റൊരു വാഹനത്തിൽ അവിടേക്ക് എത്തിച്ചേർന്നു. ഡോക്ടർ പരിശോധിച്ചതിൽ നിന്നും വിഷം തീണ്ടിയിട്ടില്ല എന്ന് മനസ്സിലായതോടെ ഏവർക്കും ആശ്വാസമായി. കുഴപ്പമൊന്നും തന്നെയില്ല. കുട്ടി വല്ലാണ്ട് പേടിച്ചിരിക്കുന്നു. അതിന്റെ നടുക്കം കൊണ്ടാണ് ഇപ്പോഴും ഉണരാത്തത്. ഇന്ന് ഇവിടെ കിടന്നിട്ട് അവൾ നല്ലതുപോലെ ഒന്ന് ഉറങ്ങട്ടെ. നാളത്തേക്കെല്ലാം ശരിയായിക്കോളും. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകാം, ഡോക്ടർ പറഞ്ഞു നിർത്തി. ആശ്വാസത്തിന്റെ ഒരു നെടുവീർപ്പ് ഏവരിലും മുതിർന്നു. ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല. നാളെ രാവിലെ തന്നെ തിരികെ പോകും. ഇവിടെ വന്നതിൽ പിന്നെ എന്റെ കുട്ടിക്ക് ആകെ അനർത്ഥങ്ങളാണ്. കേശവക്കുറുപ്പിന്റെ ഉറച്ച ശബ്ദം അവിടെ ഉയർന്നു. മോനെ, അത് മുത്തശ്ശി തുടർന്നെങ്കിലും അദ്ദേഹം വിലക്കി. അമ്മ ഇനി ഒന്നും പറയണ്ട. അമ്മയ്ക്ക് കാവിൽ വിളക്ക് കത്തിക്കാൻ ഒരു പെൺകുട്ടിയാണ് വേണ്ടതെങ്കിൽ ത്രിവിക്രമൻ കല്യാണപ്രായം കഴിഞ്ഞു നിൽക്കുകയല്ലേ? അവനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ച് അതിലൊരു കുട്ടിയെ നോക്കുക. ഞങ്ങൾ നാളെ തന്നെ മടങ്ങും. നല്ല ദേഷ്യത്തോടെയാണ് കേശവക്കുറുപ്പ് അത് പറഞ്ഞു നിർത്തിയത്. ആകെ നിശബ്ദത നിറഞ്ഞ ഹോസ്പിറ്റൽ അങ്കണം. കുറെ നേരത്തേക്ക് ആരും ഒന്നും തന്നെ ശബ്ദിച്ചില്ല. അല്ല, ഞാൻ ചോദിക്കണമെന്ന് കരുതിയതാണ്. എന്തുകൊണ്ടാണ് ത്രിവിക്രമൻ ഇതുവരെ വിവാഹം കഴിക്കാതിരുന്നത്? സുജാത തിരക്കി. ഒരുപാട് വിവാഹാലോചന നടന്നതാണ്. 1-2 നിശ്ചയം വരെ കഴിഞ്ഞതുമാണ്. പക്ഷേ ഒരു നെടുവീർപ്പിന് ശേഷം മുത്തശ്ശി തുടർന്നു. പക്ഷേ പെൺവീട്ടിൽ അതിനുശേഷം നാഗസാന്നിധ്യം അനുഭവപ്പെട്ടു. പലവട്ടം കിടക്കക്കരിയിൽ നാഗത്തെ കണ്ട് പെൺകുട്ടികൾ ഭയന്ന് നിലവിളിച്ചു. അതോടെ വീട്ടുകാർ ആരുടെയൊക്കെയോ നിർദ്ദേശപ്രകാരം ആലോചനയിൽ നിന്നും ഒഴിഞ്ഞു മാറി. അതിൽ ഭയപ്പെടാതിരുന്ന 2 പെൺകുട്ടികളെ വിഷം തീണ്ടി. അതിലൊരാൾ മരണപ്പെട്ടതോടെയാണ് ഞങ്ങൾ ഇലങ്ങാട്ട് തിരുമേനിയുടെ അടുത്തെത്തിയത്. എന്തോ ഒരു ശാപം തറവാടിന്റെ പിറകെയുണ്ട്. അതിനാൽ ത്രിവിക്രമന് വിവാഹയോഗം കാണുന്നില്ല എന്നും ഇനി അതിനായി ശ്രമിക്കുകയും വേണ്ട എന്നും തിരുമേനി കൽപ്പിച്ചിരുന്നു, മുത്തശ്ശി പറഞ്ഞു. പരിഹാരമൊന്നും കണ്ടില്ലേ? എല്ലാം കേട്ട് നിന്ന കേശവക്കുറുപ്പ് തിരക്കി. നോക്കിയിരുന്നു. പക്ഷെ ഒന്നും തെളിഞ്ഞില്ല. കാരണവന്മാർ പണ്ട് എന്തൊക്കെ ശാപം വാങ്ങി കൂട്ടിയിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ. അതിൻ്റെയൊക്കെ ഫലം എൻ്റെ പാവം കുട്ടിക്കാണ് കിട്ടിയത്. ഒരു ഗദ്ഗതത്തോടെ മുത്തശ്ശി പറഞ്ഞു നിർത്തി. കേശവക്കുറുപ്പ് ആകെ വല്ലാണ്ടായി. അദ്ദേഹം ത്രിവിക്രമന്റെ അടുത്ത് ചെന്ന് അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്നോട് ക്ഷമിക്കണം. അന്നേരത്തെ വിഷമത്തിന് പറഞ്ഞു പോയതാണ്. ഏയ്, അതൊന്നും സാരമില്ല ചേട്ടാ. ചേട്ടന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇതൊക്കെ തന്നെയേ പറയൂ. ത്രിവിക്രമൻ തിരികെ കേശവക്കുറുപ്പിനെ സമാധാനിപ്പിച്ചു. രാമനാഥ, നാളെ രാവിലെ തന്നെ നീ ഇലങ്ങാട്ടില്ലത്ത് ചെല്ലണം. വിവരങ്ങൾ പറയണം, മുത്തശ്ശി ഗൗരവത്തിൽ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെ രാമനാഥനും കേശവക്കുറുപ്പും കൂടി ഇലങ്ങാട്ടില്ലത്തെത്തി. അവിടെ കാറിൽ നിന്നിറങ്ങി പടിപ്പുരയ്ക്ക് സമീപമുള്ള നാഗവിഗ്രഹത്തെ വണങ്ങിയ ശേഷം അവർ പടിപ്പുര കടന്ന് അകത്തേക്ക് കയറി. അവിടെ ദേവിയുടെ ഒരു ചെറിയ നടയുണ്ട്. അവിടെയും തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് തറവാടിന്റെ പൂമുഖത്തേക്ക് എത്തിയത്. ഇലങ്ങാട്ടില്ലത്ത് വരുന്നവർ ആദ്യം അവിടെ രണ്ടും പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിയിട്ടേ അകത്തേക്ക് കടക്കാവൂ എന്നാണ് പ്രമാണം. പൂമുഖത്തെത്തിയതും അകത്തുനിന്ന് കാര്യക്കാരൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. പുന്നയ്ക്കൽ തറവാട്ടിൽ നിന്നല്ലേ? രാവിലെ തന്നെ അവിടുന്ന് ആളിങ്ങെത്തുമെന്ന് മൂത്ത തിരുമേനിയുടെ അരുളുണ്ടായിരുന്നു. കയറിയിരിക്കെ, അദ്ദേഹം പൂജ കഴിഞ്ഞ് ഇപ്പോൾ എത്തും. രാമനാഥൻ താൻ വന്ന കാര്യം അറിയിക്കാൻ വാ തുറക്കും മുമ്പേ തന്നെ കാര്യക്കാരൻ ഇങ്ങോട്ട് പറഞ്ഞത് കേട്ട് ഇരുവരും ഞെട്ടി നിന്നുപോയി.
അടഞ്ഞ കൺപോളകൾ മെല്ലെ തുറന്ന ശിവപ്രിയ ചാടി എഴുന്നേറ്റ് പേടിച്ച് ചുറ്റിനും നോക്കി. തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന സുജാത മോളെ എന്ന് വിളിച്ചുകൊണ്ട് ശിവപ്രിയയെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ഒരിക്കൽ കൂടെ ചുറ്റിനും നോക്കിയിട്ട് തേങ്ങിക്കൊണ്ട് ശിവപ്രിയ പറഞ്ഞു, അമ്മേ, കാവിൽ നിന്നും വരുന്ന വഴി ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ ഒരു കരുനാഗം എന്നെ കൊത്താൻ ഓടിച്ചു. തുടർന്ന് പറയാനാകാതെ അവൾ വിതുമ്പിപ്പോയി. അത് കണ്ടതും മുത്തശ്ശിയും ശിവപ്രിയയുടെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്തു പിടിച്ചു. പിന്നീട് മോള് പേടിക്കണ്ട കേട്ടോ, കേശവനും രാമനാഥനും കൂടി ഇലങ്ങാട്ടില്ലത്തേക്ക് പോയിട്ടുണ്ട്. വേണ്ട പരിഹാരം കണ്ടിട്ടേ അവർ മടങ്ങി വരൂ, മുത്തശ്ശി പറഞ്ഞു. ഡോക്ടർ പരിശോധിച്ചതിൽ നിന്നും കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞതോടെ എല്ലാവരും ഡിസ്ചാർജ് വാങ്ങി ശിവപ്രിയ വീട്ടിലേക്ക് കൊണ്ടുവന്നു. തറവാട്ടിലെത്തിയ തിരുവാതിരക്കാരിയെ കരിനാഗം ഓടിച്ചുല്ലേ? പൂജ കഴിഞ്ഞ് നിലവറയിൽ നിന്നിറങ്ങി വെളിയിൽ വന്ന ഇലങ്ങാട്ടെ തിരുമേനിയുടെ ശബ്ദമുയർന്നു. അത് കേട്ടതും കേശവക്കുറുപ്പും രാമനാഥനും കസേരയിൽ നിന്നും എഴുന്നേറ്റ് തിരുമേനിയെ വണങ്ങി. ഇരിക്കൂ, കാലത്ത് തന്നെ നിങ്ങൾ ഇങ്ങ് എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു, തിരുമേനി പറഞ്ഞു. എൻ്റെ കുട്ടിക്ക് ഒരാപത്തും വരാതെ തിരുമേനി കാക്കണം, കേശവക്കുറുപ്പ് ഒരു വിതുമ്പലോട് പറഞ്ഞു. ആ കുട്ടിയെ കാക്കാൻ അവിടെ കാവിൽ തന്നെ ആളുള്ളപ്പോൾ എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? കുട്ടിക്കൊന്നും വരില്ല. കാവിലെ നാഗങ്ങൾ അവൾക്ക് കാവലായുണ്ട്, തിരുമേനി പറഞ്ഞു. അല്ല തിരുമേനി, അത് കേശവക്കുറുപ്പ് വീണ്ടും സങ്കോചത്തോടെ എന്തോ പറയാൻ വരുന്നത് കേട്ട് ഒന്ന് നിർത്തിയിട്ട് തിരുമേനി തുടർന്നു. വിഷമിക്കണ്ട, ഞാനൊരു തകിടി ജപിച്ചു തരാം. അത് കുട്ടിയെ ധരിപ്പിക്കുക. പിന്നെ കുട്ടിയെ ഒറ്റയ്ക്ക് എങ്ങോട്ടും വിടരുത്, പ്രത്യേകിച്ചും കാവിലേക്ക്. വീണ്ടും ഒന്ന് നിർത്തിയിട്ട് തിരുമേനി തുടർന്ന് ചോദിച്ചു, വർഷങ്ങൾക്ക് മുമ്പേ വിഷം തീണ്ടി മരിച്ച കുട്ടിയുടെ നാളും തിരുവാതിരയായിരുന്നില്ലേ? അതേ തിരുമേനി, തിരുവാതിര തന്നെയായിരുന്നു, രാമനാഥൻ മറുപടി പറഞ്ഞു. എന്നൊന്ന് മൂളിക്കൊണ്ട് തിരുമേനി ആലോചനയിലാണ്ടു. എന്നിട്ട് അല്പസമയത്തിന് ശേഷം തുടർന്നു പറഞ്ഞു, ആ മരണവുമായി എന്തോ ഒന്ന് ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. എന്തെന്ന് ശരിക്കും അങ്ങോട്ട് വ്യക്തമാകുന്നില്ല. അതിൽ നിന്നാണ് നിങ്ങളുടെ തറവാടിന് ആ ശാപമേറ്റതും. അതേ നാളുകാരിയായ ഈ കുട്ടി തറവാട്ടിലെത്തിയത് പലതിനും തുടക്കമായി എന്ന് വേണം കരുതാൻ. പിന്നെ ഇതൊക്കെയും ഇഷ്ടപ്പെടാത്ത ചിലരുമുണ്ടെന്ന് കൂടി കൂട്ടിക്കോളൂ. അത് കേട്ട് കേശവക്കുറുപ്പും രാമനാഥനും അന്തം വിട്ട് മുഖാമുഖം നോക്കിപ്പോയി. നാളെ പൗർണമിയിലെ ആയില്യമാണ്. ഇല്ലത്ത് വിശേഷാൽ പൂജയുണ്ട്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഒന്നുകൂടി നിങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുക. അപ്പോഴേക്കും ഞാൻ ഒന്നുകൂടി നോക്കിയിട്ട് ബാക്കി പറയാം. വരുമ്പോൾ കുട്ടിയുടെ തലക്കുറി കൂടി എടുക്കാൻ മറക്കണ്ട, തിരുമേനി പറഞ്ഞു നിർത്തി. തുടർന്ന് അവിടുന്ന് ജപിച്ചു കിട്ടിയ തകിടുമായി അവർ തിരികെ പുന്നക്കൽ തറവാട്ടിലേക്ക് തിരിച്ചു. തുടർഭാഗങ്ങൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദയവായി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.